നടൻ സിദ്ദിഖിനെതിരെ യുവനടി പോലീസിൽ പരാതി നൽകി എന്നതാണ്. ഇമെയിൽ മുഖേന DGPക്കാണ് പരാതി നൽകിയത്. സിദ്ദിഖ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, നേരത്തെ മാധ്യമങ്ങളോട് അഭിനേത്രി കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനിടയിൽ എന്താണ് ഒരു സിദ്ദിഖ് ചില പരാതിയുമായി DGPയെ സമീപിക്കുന്നു. ഇപ്പോൾ അവർ തന്നെ അവർ അനുഭവിച്ച ദുരിത കഥയുടെ വിവരങ്ങളുമായി പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. ഈ പരാതി അപ്പോൾ ഈ പ്രത്യേക സംഘത്തിന് കൈമാറും എന്ന് കരുതാം അല്ലേ? വിജയകുമാർ, ഈ പരാതി DGPക്കാണ് ഇമെയിൽ മുഖേന അയച്ചത്. ഈ പരാതി DGP ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. പ്രത്യേക അന്വേഷണ സംഘമാകും ഇതിൽ ഇനി തുടർ നടപടികൾ എടുക്കുക. ഇനി ഈ നടിയെ വിളിച്ച് മൊഴിയെടുക്കും. അതിനെ തുടർന്നുള്ള നടപടികൾ ഈ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കും. നേരത്തെ ഈ പരാതി നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട എന്നൊരു നിലയായിരുന്നു ഈ യുവനടി ഉണ്ടായിരുന്നത്. പക്ഷേ സിദ്ദിഖ് നിയമ നടപടി യുവതി അജണ്ടയുടെ പുറത്ത് ഗൂഢാലോചന നടത്തിയാണ് തനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് DGPക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് DGP കൈമാറിയിരുന്നു. ഇതിനെ തുടർന്നാണ് യുവതി നിയമോപദേശം വിദഗ്ധരുമായി ആലോചിച്ച ശേഷം ഇപ്പോൾ സിദ്ദിഖിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. 2016 ഒരു സിനിമയുടെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ആരോപിക്കുന്നത്. എന്തായാലും ഈ കേസും ഇപ്പോൾ DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് യുവതി 24-ലൂടെ തനിക്കുണ്ടായ അനുഭവം വെളിപ്പെടുത്തിയത്. 2016 നടന്ന സംഭവമാണെങ്കിലും 2018 യുവതി ഫേസ്ബുക്കിലൂടെയും തനിക്കുണ്ടായ അനുഭവം പുറത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ലൈംഗിക പീഡനത്തെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. അതിനുശേഷം 2021 ഒരു ഓൺലൈൻ മാധ്യമത്തിനോട് സംസാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും വലിയ ചർച്ചയായിരുന്നില്ല. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷമാണ് തന്റെ ഈ അനുഭവം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ അത് വലിയ ചർച്ചയാവുകയും നടൻ സിദ്ദിഖിനെതിരെ വലിയ വിമർശനവും ഉയർന്നത്. എന്തായാലും ഈ മറ്റു നടന്മാർക്കെതിരെ ഈ സ്ത്രീത്വത അപമാനിക്കൽ അല്ലെങ്കിൽ ലൈംഗിക പീഡന ശ്രമം അടക്കമുള്ള ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സിദ്ദിഖിനെതിരെ പീഡിപ്പിച്ചു എന്നായിരുന്നു യുവനടി പരാതി നൽകിയത്. എന്തായാലും ഈ പരാതിയും DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. കഴിഞ്ഞ ദിവസം അടക്കം ഈ ഉദ്യോഗസ്ഥർ ഈ യുവനടിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. സിദ്ദിഖിനെതിരായ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് DGP കൈമാറിയേക്കും. അന്വേഷണ സംഘമായിരിക്കും ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. FIR രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.